ഹായ് ഫ്രണ്ട്സ്, മിറാൻ്റെ സിരിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ വയനാട്ടിലെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ കുറുവാദ്വീപ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നത് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം, അവിടേക്കാണ് പോകുന്നത്. അത് കേരള കർണാടക ബോർഡറിലാണ്. പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാവിലന്തോട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നിലിപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഈ സൈഡിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ അകത്തേക്ക് കിടക്കുന്ന വഴിയൊക്കെ ഗേറ്റിന് അവിടെ നിന്ന് ടൈലൊക്കെ പാകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ, പല നിറത്തിലുള്ള പൂക്കളുള്ള നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂക്കളോട് നിറഞ്ഞു നിൽക്കണം. അതൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ആളവിടെ നിന്ന് ഇതൊക്കെ വൃത്തിയാക്കാനും വെട്ടി വൃത്തിയാക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള പൂന്തോട്ടമാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ നടന്നു പോണ വഴിയിലൊക്കെ വെച്ചിരിക്കുന്നത്. മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലെ ഈ പൂന്തോട്ടം തന്നെയാണ്. ഈ ഗാർഡൻ നല്ല ഭംഗിയുള്ള ഗാർഡനാണ്. നല്ല നല്ല പൂക്കളും ഒക്കെയുള്ള റോസ്, പലതരം പൂക്കളുള്ള ഗാർഡനാണ്. അവിടെ നിന്ന് ആളുകൾ അതൊക്കെ വൃത്തിയാക്കുന്നതും കാണാം. പണിക്കാർ നിന്നിട്ട് ഗാർഡൻ ക്ലീൻ ചെയ്യുന്നതും കാണാം. നല്ല മനോഹരമായ ഗാർഡൻ്റെ നടുവിലൂടെ ടൈല് പാകിയ നടപ്പാതയും നല്ല ഭംഗിയുള്ള മരങ്ങളുണ്ട്. അതിൽ കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് വെടിയേറ്റ് വീണ സ്ഥലമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചെടികളൊക്കെ കണ്ട് പൂക്കളെയും ഒക്കെ കണ്ട് ബോഗൻ വില്ലാസൊക്കെ പല കളറുണ്ട്, റോസ് പല കളറുണ്ട്. പിന്നെ ഈ ഒരു ചെടി, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇത് നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കും ഇതൊന്നും ഇടരുത് അവിടെ, അതിനുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒന്നുമില്ലാതെ അവർ ഇത്രയും ഭാഗം നല്ല ക്ലീനായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏരിയയിൽ. ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിങ്ങനെ ചെല്ലുന്ന ഭാഗത്ത് അങ്ങോട്ട് ചെല്ലുന്നത് ഒരു ചുമര് പോലെ കെട്ടിയിട്ട് അതിൻ്റെ ചുമരിൽ ഓരോ പഴശ്ശിരാജയുടെയും അവർ ഓരോ സമ്മേളനങ്ങൾ നടത്തിയതും അങ്ങനെയുള്ള ഓരോ മീറ്റിങ്ങുകളുടെയൊക്കെ ഇതേപോലെയുള്ള ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ആ ഇൻസിഡൻറ്റ് ഓരോ സംഭവങ്ങളെക്കുറിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഒക്കെ കുറിച്ചിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് സംഭവത്തിനെ കുറിച്ചാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ മീറ്റിങ്ങും അതുപോലെ പഴശ്ശിരാജ താമസിച്ചതും യാത്ര ചെയ്തതിലും അങ്ങനെ ഒരുപാട് ശില്പങ്ങൾ പോലെ ചുമരിൽ ചെയ്തിട്ടുണ്ട്. ചരിത്ര ശില്പങ്ങളാണ് അവിടെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില യുദ്ധങ്ങളുടെയും ചില ഭാഗത്തേക്ക് ഒളിച്ചു പോകുന്നതും അങ്ങനെ പല തരത്തിലുള്ള ഇൻസിഡൻറ്റിൻ്റെ ചരിത്ര ശില്പങ്ങളാണ് ഇവിടെ ഈ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നതും അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഇതിൻ്റെ സൈഡിലുള്ള ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നായർപ്പടയായിട്ടുള്ള തലവനായ എടച്ചന കുങ്കനെയും മറ്റുമൊക്കെ കണ്ടത്, അങ്ങനെയൊക്കെ ഓരോ ഇൻസിഡൻറ്റിനെ കുറിച്ചും അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് പടകളുമായിട്ട് പോകുന്നത്, അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് അവിടെ ഈ ശില്പങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാനും നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ചരിത്ര സ്മാരകമാണ്. നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ട് തീർച്ചയായും അവിടെ പോകണം. എന്നിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അവരും നമ്മുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിയട്ടെ അല്ലേ. അന്നത്തെ യുദ്ധങ്ങളും
എല്ലാം അവർക്കും കുറച്ചും കൂടി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ ഇൻസിഡൻറ്റും അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെയാണ് ഈ ശില്പം. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യണം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ ഇങ്ങനെ ചുമരിൽ ശില്പരൂപത്തിലാക്കി ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായി വൃത്തിയായി അതിനെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ചുമരിൽ ഈ ഒരു ശില്പങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ നടക്കുമ്പോൾ അവിടെയും എല്ലായിടത്തും ഗാർഡനുണ്ട്. പല തരം പൂക്കൾ കൊണ്ട് ചെടികൾ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ഭാഗത്താണ് പഴശ്ശിരാജയുടെ ഒരു വലിയ പ്രതിമയുണ്ട് അതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട്. ഇത് ഈ കാണുന്ന ആ ഒരു വേലി കണ്ടല്ലോ, അതിനപ്പുറം കർണാടകയാണ്, ഇപ്പുറം കേരളം. അപ്പോൾ കേരള കർണാടക ബോർഡറാണ് ഈ കാണുന്നത്. ഈ വേലിക്കപ്പുറം കർണാടകയാണ്. അത് കാടാണ് കേട്ടോ, നല്ല കൊടും കാടാണ് അത്. പിന്നെ ഈ കാണുന്ന ഭാഗത്താണ് വെടിയേറ്റ് വീണത് എന്നാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ ഒരു ചരിത്ര സ്മാരകം പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് പഴശ്ശിരാജ വെടിയേറ്റ് വീണത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരള സിംഹം പഴശ്ശിരാജയുടെ രക്തസാക്ഷി സ്മാരകമെന്ന്. അപ്പോൾ ഈ ഒരു ചരിത്ര സ്മാരകം നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ കഴിയുമെങ്കിൽ നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇത് കാണിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.